ശ്രീ തോമസ് കെ തോമസ്, സഹോദരനല്ലേ, 8 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കാം. സാർ, ഈ ബഡ്ജറ്റിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനെ പിന്തുണയ്ക്കുകയാണ് സാർ. വെറും വാഗൊണ്ടല്ല, ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് നിന്നും ബഡ്ജറ്റിനെ പിന്തുണയ്ക്കും സാർ. അതിൻ്റെ കാരണം രമ പറയുന്നത് നല്ല പൈസ കിട്ടിയെന്ന്, കിട്ടിയിട്ടില്ല, ഇനി കിട്ടാൻ കിടക്കുന്നത് സാർ. ഈ വളരെ പ്രതിസന്ധി കൂടെ പോകുന്ന പ്രദേശമാണ് എൻ്റെ പ്രദേശം കുട്ടനാട്. ഒരുപാട് പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് സാർ. ഇവിടെ ഒത്തിരി പേര് കിബിയെക്കുറിച്ച് വളരെ മോശമായി പ്രതിപാദിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന കാര്യം, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരാണ് പുറകിലിരുന്നുകൊണ്ട് പറയുന്നത് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് സാർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി, ധവളപത്രം ഉറക്കാം, നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ സാർ. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് കുട്ടനാടിന് ലഭിച്ച കാര്യങ്ങൾ ഞാനിവിടെ വിവരിച്ചാൽ 8 മിനിറ്റ് കൊണ്ട് നിൽക്കത്തില്ല, അങ്ങ് ബെല്ലടിച്ചൊരു പരുവത്തിലാവും. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാലും എനിക്ക് പറയാനായിട്ടുള്ളത്, എൻ്റെ സഹോദരനായ സജീവ് ജോസഫ് ഇരിക്കൂർ MLA പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ധൂർത്ത് അല്ലേ, കെടുകാര്യസ്ഥത, അഴിമതി, ഇനി അതിനകത്ത് അദ്ദേഹം പറയാനൊന്നുമില്ല. എന്നിട്ട് അവസാനം പ്രസംഗം പാവപ്പെട്ട സഹോദരൻ നിർത്തിയോ പറഞ്ഞ് എനിക്ക് ഇച്ചിരിയും കൂടെ തരണേ, ഇച്ചിരിയും കൂടെ തരണേ, ഇച്ചിരിയും കൂടെ തരണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് വീണ്ടും എന്തിനാ സാർ റിക്വസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് വീണ്ടും തരണമെന്ന്. അതുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എതിർക്കുന്നത് നല്ല കാര്യം, എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് സാർ. ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആഗോള സാമ്പത്തിക മാന്ദ്യം മുതൽ കോവിഡ് മഹാമാരി വരെ ഉണ്ടായ ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ സാമ്പത്തിക ഞെരുക്കങ്ങളും മറികടന്ന് ഇത് കൈവരിച്ച ഒരു ബഡ്ജറ്റാണ് ഇത്. കാരണം അഭിമാനത്തോടാണ് 25-26 ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. പ്രിയങ്കരനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാർ ഇതിവിടെ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷവും അതിനോട് ഏറ്റവും അധികം ഹൃദയത്തിനകത്ത് വലിയൊരു തണുപ്പും അനുഭവപ്പെട്ടിട്ടുണ്ട് സാർ. ഈ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതെന്തെങ്കിലും ലഭിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അവസ്ഥ എന്താണ് സാർ? കേരളത്തിൻ്റെ വരുമാനം, കേരളത്തിനൊരു വരുമാനവും ഇല്ലല്ലോ സാർ. ഈ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് വേണ്ട എല്ലാം ചെയ്യാൻ. ഇത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന GST കൂടെ അടിച്ചുകൊണ്ട് പോയ കേന്ദ്രത്തോട് ഒരു വാക്കു പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എത്ര MP-മാർ പോയിട്ടുണ്ട്? 18 MP-മാർ പോയിട്ടുണ്ടല്ലോ. എന്താ ആരും ഒന്നും പറയാത്ത? വളരെ ശക്തമായിട്ട് അവിടെ പ്രതിരോധിക്കാൻ നിങ്ങൾക്കൊന്നും സാധിക്കാതെ, ഒന്നും അവിടുന്ന് മേടിച്ചുകൊണ്ട് വരിക മനസ്സ് കാട്ടാതെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത് സാർ. സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗം പ്രശ്നങ്ങളെ ഗൗരവമായി കണ്ട് തയ്യാറാക്കിയ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കൽ രാഷ്ട്രീയത്തെ അതിജീവിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു മാസ്മര ശക്തി ശ്രീ ബാലഗോപാലിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്താന്നേ പറയത്തുള്ളൂ. കാരണം ഇതിനെയൊക്കെ കോടീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത് വലിയ കാര്യമാണ് സാറേ. എനിക്ക് എൻ്റെ കാര്യമില്ല, 140 MLA-മാരും ഉണ്ടല്ലോ. കുട്ടനാടിന് വലിയ നല്ല രീതിയിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിന് 100 കോടി രൂപ ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് സാർ. കാർഷിക മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് 150 കോടി രൂപ തന്നിട്ടുണ്ട്. പാടശേഖരങ്ങൾ, ഞാൻ ആദ്യം മുതലേ ഈ നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടനാട്ടിൽ ഏകദേശം 480 പാടശേഖരങ്ങളും കല്ലുകെട്ടി ബലപ്പെടുത്തി അതിൻ്റെ ചുറ്റും ട്രാക്ടർ റോഡുകൾ, അതിൻ്റെ ചുറ്റും ബണ്ട് റോഡുകൾ കൊണ്ടുവന്ന് അതിൻ്റെ നടുവിൽ കൂടി ട്രാക്ടർ റോഡുകൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സമഗ്രമായ വികസനം കുട്ടനാട്ടിൽ നടക്കത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കർഷകർക്ക് വിവിധ സബ്സിഡികൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാർ. CBL വള്ളംകളി, അതിൻ്റെ കൂടെ തന്നെ വള്ളംകളിയെ പ്രൊമോട്ട് ചെയ്തിട്ട് 9 കോടി രൂപ അതിനനുവദിച്ചിട്ടുണ്ട് സാർ. ഞാൻ നിർദ്ദേശിച്ച വിവിധ പദ്ധതികൾക്ക് 60 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ വൻകിട പദ്ധതികൾ യഥാർത്ഥമായി കൊണ്ടിരിക്കുകയാണ് സാർ. AC റോഡ് നമുക്കറിയാം,
ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ റോഡാണത്. 780 കോടി രൂപയാണ് അതിന് അനുവദിച്ചിരിക്കുന്നത്. സാർ, കുടിവെള്ള പദ്ധതി കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ജീവിത സ്വപ്നമാണ്. സാർ, എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് മേടിച്ച നീലേറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പ്ലാന്റ് 14 MLD ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ പ്ലസ് ചെയ്ത് 30 MLD കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് 44 MLD ആക്കി മാറ്റുവാൻ തക്കണോ ഈ ഗവൺമെൻറ് 500 കോടി രൂപയിലധികമാണ് തന്നിരിക്കുന്നത്. അത് 9 ഘട്ടങ്ങളിലായിട്ട് അത് ഞങ്ങൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. സാർ, അതൊരു സ്വപ്ന പദ്ധതിയാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു ദിവസം കൊണ്ട് എല്ലാ വികസനവും നടക്കത്തില്ല. സാർ, തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം കുട്ടനാടിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനൊരു പ്രത്യേക ഇളവ് കുട്ടനാട് തന്നേ ഒക്കത്തുള്ളൂ. സാർ, മുഴുവൻ പാടശേഖരങ്ങളാണ്, മുഴുവൻ അതിൻ്റെ നടുവിലുള്ള വഴികളാണ്. ഇതിനകത്ത് തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു പ്രത്യേകത കുട്ടനാടിന് തരണം. കാരണം ഞങ്ങളുടെ ഒരു ഓവർഹെഡ് ടാങ്ക്, വെള്ളത്തിൻ്റെ ടാങ്ക് തന്നെ വെക്കാനായിട്ട് വിയപുരം എന്നൊരു സ്ഥലത്ത് അതിന് ടാങ്കിന് സ്ഥലം അനുവദിച്ചപ്പോഴത്തേക്ക് ആദ്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ്. സാർ, അതിനൊരു മാറ്റം തരണം. അതന്നെ കൃഷിമന്ത്രി അതിനകത്ത് ഇടപെട്ടു, APC ഇടപെട്ടു, അതിനൊക്കെ വിടുതൽ ലഭിച്ചെങ്കിലും ഒരു പൂർണ്ണമായ കാര്യം അതിനകത്ത് ചെയ്തു തരേണ്ടത് ആവശ്യമാണ്. സാർ, ഞങ്ങളുടെ പുളുങ്ങുന്ന് ഹോസ്പിറ്റൽ 140 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. സാറേ, എൻ്റെ കൊച്ചിലെ എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഏകദേശം ഒരു 55 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് പുളുങ്ങുന്ന് താലൂക്ക് ഹോസ്പിറ്റൽ. സാർ, ഇന്നത് അത് പുനർജീവിപ്പിക്കാനായിട്ട് 140 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. സാർ, 35 കോടി രൂപ ദേശീയ NCC ട്രെയിനിങ് സെൻറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ സാർ ഈ കിബിക്കൂടല്ലേ കൊണ്ടുവന്നത്. ഈ ഗവൺമെന്റ് അല്ലേ തന്നത്. പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ഈ കുട്ടനാടെന്ന് പറയുന്ന എൻ്റെ ഈ ദേശം ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് തുടങ്ങിയത്. സാർ, എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ നല്ല ബഡ്ജറ്റിനെ നിങ്ങൾ ഒരിക്കലും ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കരുത്. എന്നിട്ട് നിങ്ങളുടെ നല്ല മനസാക്ഷി അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് പുകഴ്ത്തി പറ. ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ ആര് ചോദ്യം ചെയ്യാനാ? ഒന്നും ചോദ്യം ചെയ്യാനും ഇല്ല. കാരണം നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. റോജി എം ജോൺ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു ഒരു 200 കോടിയും തന്നിട്ടില്ലെന്ന് പറഞ്ഞു. റോജി എം ജോൺ തന്നെ അന്നിവിടെ ധനകാര്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങയുടെ മണ്ഡലത്തിലേക്ക് 200 കോടി രൂപ തന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കണം, അത് അങ്ങനെ തന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം അല്ല, തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാര്യം, ഇതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നാലും ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, സാർ, ഞങ്ങളുടെയൊക്കെ ചിരകാല അഭിലാഷമാണ് C ബ്ലോക്ക് റോഡ്. അത് അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തണം. കാരണം കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാടെന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മസ്ഥലമായ കൈനഗരിയുടെ ഒരു പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ C ബ്ലോക്ക് റോഡ് പൂർത്തീകരിച്ചേ ഒക്കത്തുള്ളൂ. സാർ, മുണ്ടയ്ക്കൽ പാലത്താൽ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെടാനായിട്ടൊക്കത്തുള്ളൂ, കയറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് C ബ്ലോക്ക് റോഡ് അത് കിബിയിൽ അനുവദിച്ചിട്ടുള്ളതാണ്. അതിന് 83 കോടി രൂപ ഒരു കാലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദരണീയനായ മുഖ്യമന്ത്രി അതിനകത്ത് 10 കോടി രൂപ തന്നു. ഇപ്പോൾ ആ റോഡിൻ്റെ പൂർത്തീകരണം വരണമെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ ടോക്കൺ എമൗണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങ് അതിന് 20% പൈസ തരണം എന്നുള്ളത് കുട്ടനാട് MLA റിക്വസ്റ്റാണ്. അങ്ങത് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സാർ, അതുപോലെ എക്സൈസിൻ്റെ ഒരു ഓഫീസ്, വെള്ളത്തിലാണ് സാർ എക്സൈസുകാർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഓഫീസ് പണിയാനായിട്ടുള്ള ഫണ്ടും കൂടെ ഇതിനകത്ത് വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എനിക്ക് വെക്കാനായിട്ടുണ്ട്. ഈ സമയത്തല്ലേ ഇത് പറയാനൊക്കത്തുള്ളൂ. അത് ഓഫീസല്ലേ. അതുകൊണ്ട് സാർ, എനിക്ക് പറയാനായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതും കൂടെ വളരെ അത്യാവശ്യമായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വെക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. അതുകൂടാതെ എനിക്ക് പറയാനായിട്ടുള്ളത് KC പാലമൊക്കെ ജോബ് പേടിക്കണ്ട, അതിൻ്റെ ഫണ്ടും അനുവദിച്ചു, സ്ഥലവും ഏറ്റെടുത്തു, അത് ഉടനെ തുടങ്ങാറായിട്ടുണ്ട്. സാർ, ഈ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. എൻ്റെ സഹോദരൻ പേരടിച്ച് കുറയാതിരിക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എങ്കിലും അങ്ങ് ഒന്നുകൂടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്ന് ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചു, എനിക്കൊരു ഉപചോദ്യം കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ ആദരണീയനായ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. സാർ, എൻ്റെ പ്രദേശം കാവാലം എന്ന പ്രദേശത്ത് ഈ ജപ്തി നോട്ടീസ് വന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഗ്രഹനാഥ
ഗൃഹനാഥൻ മറിഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കാരണം വെറും 3.5 ലക്ഷം രൂപയൊക്കെ, കാരണം അതൊന്നും താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ടൊരു പ്രത്യേകത പാവപ്പെട്ടവരായ ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്ക് ഈ ബഡ്ജറ്റിൽ തന്നുകൊണ്ട് ഇതുപോലെ കേരള ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുള്ളവരെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും അവർക്ക് ഒരു സമാധാനം കൊടുക്കാനായിട്ടും അങ്ങയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സർ.